ഹായ് വെൽക്കം ടു ക്രിക്കറ്റ് 360. ഇന്ന് നമുക്ക് പറയാനുള്ള രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, ഇന്നലെ സൗത്ത് ആഫ്രിക്ക വേസ് ബംഗ്ലാദേശ് വിമൻസ് വേൾഡ് കപ്പിൽ നടന്ന മത്സരം. ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ വൈറ്റ് വാഷ് ചെയ്ത് മാച്ച് ഫിനിഷ് ആയിരിക്കുകയാണ് ഇപ്പോൾ. സോ ഈ രണ്ട് മത്സരങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ക്രിക്കറ്റ് 360യിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു കർമ്മം അങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ അങ്ങ് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി. പക്ഷേ 3 വിക്കറ്റ് നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ എന്നുള്ളത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് വീണ്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ശുഭ്മൻ ഗില്ലിനെ വിക്കറ്റ് ആക്കി, അതുപോലെ സായ് സുദർശൻ്റെ വിക്കറ്റ് ഇന്ന് എടുക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചു. KL രാഹുലിൻ്റെ അതിമനോഹരമായിട്ടുള്ള ബാറ്റിംഗ് ഇന്നത്തെ ദിവസം കണ്ടു. 2 6 അടിച്ചതൊക്കെ ക്ലാസ് 6 ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എന്തായാലും അതൊക്കെയാണ് നമുക്ക് ആകെ ഈ ഒരു ടെസ്റ്റിനകത്ത് കുറച്ചൊരു എൻജോയ് ചെയ്യാനായിട്ട് ഉള്ളത്. അതായത് KL രാഹുലിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ്, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഫൈറ്റ് ബാക്ക്, ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു നമ്മൾ കളി കാണുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അതാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വെസ്റ്റ് ഇൻഡീസിന് തല ഉയർത്തി തന്നെ തിരിച്ചു പോകാം. രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ പെർഫോമൻസ് കൊണ്ട് എന്തായാലും ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ മാച്ച് പ്രാക്ടീസിനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്പർ ഓഫ് ടെസ്റ്റ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കൂടുതൽ കളിക്കണം എന്നുള്ളതിൻ്റെ റീസൺ ഇതാണ്. അവർക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു രണ്ടാമത്തെ ടെസ്റ്റിലെ അവരുടെ പെർഫോമൻസ്. ഇനി ഇതല്ലാതെ പറയാനുള്ളത്, വിമൻസ് വേൾഡ് കപ്പ് നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയ നഷ്ടം തന്നെയാണ്. കാരണം വിമൻസ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ ആ കളി കാണാതിരിക്കുന്നുണ്ട്. പക്ഷേ ത്രില്ലിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ വേസ് ഇന്ത്യ മത്സരം, ഇന്ത്യ വേസ് സൗത്ത് ആഫ്രിക്ക മത്സരം, ഇന്നലെ നടന്ന സൗത്ത് ആഫ്രിക്ക വേസ് ബംഗ്ലാദേശ് മത്സരം വരെ ലാസ്റ്റ് ഓവർ വരെ വരുന്ന ത്രില്ലറായിരുന്നു. സൂപ്പർ മാച്ചായിരുന്നു. സോ ഇന്നലത്തെ മാച്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബംഗ്ലാദേശ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 232 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തി. അവർ ആദ്യം നല്ല സ്ലോ ആയിട്ട് ന്യൂസിലൻഡുമായിട്ട് പെട്ടെന്ന് വിക്കറ്റ് പോയതുകൊണ്ട് തന്നെ നല്ല സ്ലോ ആയിട്ട് 40 ഓവറിൽ അവർ 150 റൺസ് അടിച്ചുള്ളൂ, 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ നിന്ന് ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് ഒരു 232 എന്ന് പറഞ്ഞൊരു റൺസ് അടിച്ചത്. തിരിച്ച് സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്തു. സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് ഇത് ക്രോസ് ചെയ്ത് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ 78-ന് സൗത്ത് ആഫ്രിക്കയുടെ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ആ 5 വിക്കറ്റ് നഷ്ടപ്പെട്ടെടുത്തുനിന്ന് വീണ്ടും നമ്മുടെ നദേൻ ഡി ക്ലാർക്ക്, ഇന്ത്യയുടെ കൂടെ ഇന്ത്യക്കെതിരെ അടിച്ച് ജയിപ്പിച്ച് നദേൻ ഡി ക്ലാർക്ക് തന്നെ വേണ്ടി വന്നു സൗത്ത് ആഫ്രിക്ക അടിച്ച് ജയിപ്പിക്കാനായിട്ട്. അതിനകത്ത് ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബംഗ്ലാദേശിൻ്റെ കളി കാണുമ്പോൾ അവരുടെ ബോളേഴ്സിൻ്റെ ഫീൽഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലെയേഴ്സാണ്. കോച്ചിങ് സ്റ്റാഫും എല്ലാം നമുക്കൊരു ചക്ത ഇന്ത്യ ഫീൽ തരും. കാരണം കുറേ പെൺകുട്ടികൾ, ആയിട്ടുള്ള കുട്ടികൾ, അവർ വന്നിട്ട് മാക്സിമം പൊട്ടൻഷ്യലിൽ അവർ മാക്സിമം എഫോർട്ട് ഇട്ട് അവർ ട്രൈ ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയുള്ള ഇതിനു മുമ്പുള്ള മത്സരങ്ങൾ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അവർക്ക് മിസ്റ്റേക്സ് സംഭവിക്കുന്നത്. ഇന്നലെ തന്നെ നദേൽ ഡി ക്ലാർക്കിന്റെ ക്യാച്ച് സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ കയ്യിലേക്ക് വന്നൊരു ക്യാച്ച് നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ മറ്റ് ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു. എങ്കിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ അവർ ഫീൽഡിങ് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തു. നല്ല എഫോർട്ട് ഇട്ട് ഒരു റണ്ണൗട്ടൊക്കെ ക്ലാസ് റണ്ണൗട്ടായിരുന്നു ഡയറക്റ്റ് ഹിറ്റ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ സൗത്ത് ആഫ്രിക്ക ജയിച്ചു. ശരിക്കും പറഞ്ഞാൽ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഫൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ അവർ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഞാനൊരു ഡൈഹാർട്ട് സൗത്ത് ആഫ്രിക്ക ഫാൻ ആയതുകൊണ്ട് എൻ്റെ മനസ്സൊരു 60-70% സൗത്ത് ആഫ്രിക്കയുടെ കൂടായിരുന്നു. എന്തായാലും അവർ ലാസ്റ്റ് ഓവറിൻ്റെ 3ാമത്തെ ബോളിൽ അവർ 6 അടിച്ച് തന്നെ നദേൽ ഡി ക്ലാർക്ക് കളി ജയിച്ചു. എനിക്ക് പറയാനുള്ളത്, വിമൻസ് വേൾഡ് കപ്പിൻ്റെ മത്സരങ്ങൾ നല്ല ത്രില്ലിംഗ് ആണ്. മറ്റു മത്സരങ്ങളെ പോലെ തന്നെ തീർച്ചയായിട്ടും ഇനി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്യണം മത്സരങ്ങൾ കാണാനായിട്ട്. മെയിനായിട്ട് ഇപ്പോൾ ഞായറാഴ്ച ഇന്ത്യ വേസ് ഇംഗ്ലണ്ട് മത്സരമൊക്കെ വരുന്നുണ്ട്. എല്ലാം നല്ല ടൈറ്റ് മത്സരങ്ങളാണ്, നല്ല ത്രില്ലിംഗ് മത്സരങ്ങളാണ്. തീർച്ചയായിട്ടും അത് കാണാം. സോ അതാണ് ഇന്നത്തെ ക്രിക്കറ്റ് 360യിലുള്ളത്. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.